നെന്മാറയിൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയ ചെന്താമര കടുത്ത അന്ധവിശ്വാസി. തന്റെ കുടുംബത്തെ തകർക്കാൻ സജിതയും കുടുംബവും ദുർമന്ത്രവാദം ചെയ്തുവെന്ന് വിശ്വസിച്ചാണ് ചെന്താമര ഈ കൊലപാതകങ്ങൾ നടത്തിയത്. മുടിനീട്ടി വളർത്തിയ സ്ത്രീയാണ് തന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചതെന്ന ജ്യോതിഷിയുടെ ഉപദേശത്തെ തുടർന്നാണ് 2019 സജിതയെ കൊലപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്നലത്തെ കൊലപാതകങ്ങളും. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, ആദ്യഘട്ടത്തിൽ കൊലപാതകം നടത്തിയപ്പോഴുള്ള ചെന്താമരയുടെ മൊഴിയാണ്, പോലീസ് ശേഖരിച്ച വിവരങ്ങളാണ് ഇതെല്ലാം. അന്ധവിശ്വാസത്തിനുടമയാണ് ചെന്താമരയെങ്കിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി നടത്താനുള്ള ഒരു സാധ്യത അന്നേ പോലീസ് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. അതനുസരിച്ച് ഇയാൾ ജാമ്യത്തിലിറങ്ങിയപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നു. ആ ഭാഗത്തിൽ ഏതായാലും വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അന്ന് ചെന്താമര നൽകിയ മൊഴിയും മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ചെന്താമരയ്ക്കുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അതായത് 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോലീസിൽ പിടിയിലായപ്പോഴാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, അതിന് കൂടോത്രം ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസം ചെന്താമരയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ അതേ വൈരാഗ്യം ഇയാളുടെ കുടുംബത്തിലുള്ളവരെ, ഈ സജിതയുടെ കുടുംബത്തിലുള്ളവരോടും ഇയാൾ വച്ചു പുലർത്തി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതാണ് ഇന്നലെ കണ്ട 2 കൊലപാതകങ്ങളും. അതായത് 2 കൊലപാതകങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചതിന് കാരണം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജ്യോതിഷി പറഞ്ഞതായും സജിതയുടെ കൊലപാതകത്തിന് ശേഷം ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ അന്ധവിശ്വാസം, അതായത് മുടി നീട്ടി വളർത്തിയ സ്ത്രീ എന്ന് പറയുന്നത് സജിതയാണെന്ന് ഇയാൾ വിശ്വസിക്കുകയും ആദ്യ കൊലപാതകത്തിന് കാരണമാവുകയും ചെയ്തു. ഇതേ വൈരാഗ്യം അയാൾ മറ്റ് കുടുംബാംഗങ്ങളോടുകൂടി വച്ചു പുലർത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ഇയാൾക്കായുള്ള അന്വേഷണം ഇന്നലെ രാത്രി അടക്കം കടുത്ത തിരച്ചിലാണ് ഈ പ്രദേശത്ത് നടത്തിയിരുന്നത്. മറ്റ് സ്ത്രീകളോടടുത്തും ഇയാൾ ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യം വച്ച് പുലർത്തിയിരുന്നതായും അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. 2019 ഇത്തരമൊരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത്, കസ്റ്റഡിയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഇയാളെ ജാമ്യം അനുവദിക്കാതെയുള്ള വിചാരണ വേണം എന്നുള്ളത് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ വർഷം ഇയാൾക്ക് കോടതി പിന്നീട് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അപ്പോഴും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾ അത് ലംഘിച്ചുകൊണ്ട് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ചു. അപ്പോഴൊന്നും തന്നെ പോലീസ് ഈ തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് നൽകുകയോ കോടതിയിൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച. ഏതായാലും ഈ കൊലപാതകത്തിന്, സജിതയുടെ കൊലപാതകത്തിന് അന്ധവിശ്വാസം കൂടി കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.